ഡീഗോ ഗാർഷ്യ അമേരിക്കയുടെയും ബ്രിട്ടന്റെ ശക്തമായ കാവലുള്ള ഏറ്റവും അത്യാധുനിക ആയുധങ്ങളും വിന്യസിച്ചിരിക്കുന്ന സൈനിക ബേസുള്ള ദ്വീപ്. പൊതുവെ വൻ ശക്തികളെ മറികടന്ന് ഇവിടേക്കുള്ള കടന്നുകയറ്റം ആർക്കും അസാധ്യമാണ്. എന്നാൽ ഡീഗോ ഗാർഷ്യയുടെ ആകാശം തുളച്ചെത്തിയ മിസൈൽ ഇറാന്റെ സൈനിക ശക്തിയുടെ പ്രഹരശേഷി വെളിപ്പെടുത്തുകയാണ്. ഏകദേശം 3800 കിലോമീറ്റർ മുതൽ 4000 കിലോമീറ്റർ വരെ ദൂരമുണ്ട് ഇറാനിൽ നിന്ന് ഡീഗോ ഗാർഷ്യ ദ്വീപിലേക്ക്. ഇത്രയും ദൂരം താണ്ടിയെത്തിയ ഇറാന്റെ ഈ കില്ലർ മിസൈൽ ലോകത്തിന് മുന്നിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കാരണം പരമാവധി 1700 കിലോമീറ്റർ മാത്രമാണ് ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇസ്രയേൽ മിനിറ്റുകൾക്കുള്ളിൽ തീരുമെന്നതാണ്. ഇറാന്റെ പക്കലുള്ള വെറും 2 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് ഡീഗോ ഗാർഷ്യയിലെ US-UK സംയുക്ത സൈനിക താവളത്തിന് നേരെ തൊടുത്തുവിട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിൽ സൈനിക താവളം പൂർണ്ണമായും തകർന്നതായും അവകാശപ്പെടുന്നുണ്ട്. US സൈനിക പ്രവർത്തനങ്ങളുടെ നിർണായക കേന്ദ്രമായ ഡീഗോ ഗാർഷ്യ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം പ്രാദേശിക സുരക്ഷയെക്കുറിച്ചും ഇറാന്റെ വളരുന്ന മിസൈൽ ശേഷിയെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. അതിന് കാരണം ഇറാൻ മുൻപ് അവകാശപ്പെട്ടിരുന്ന 2000 കിലോമീറ്റർ പരിധിയേക്കാൾ ഇരട്ടി ദൂരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തെ ആക്രമിക്കാൻ ഇറാന് സാധിക്കുമെന്ന് ഈ നീക്കം വ്യക്തമാക്കിയത് ഇനിയും പുറത്തെടുക്കാൻ എന്തൊക്കെയോ ആയുധങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ടെഹ്റാനിൽ നടന്ന സംയുക്ത US-ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസ് കടലെടുക്ക് ലക്ഷ്യമിട്ടുള്ള ഇറാൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ തങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ ബ്രിട്ടൻ അമേരിക്കയ്ക്ക് അനുമതി നൽകിയതാണ് പെട്ടെന്നുള്ള ഈ നീക്കം. ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കൂട്ടായ പ്രതിരോധത്തിന്റെ ഭാഗമായുമാണ് ഈ നീക്കമെന്നാണ് ബ്രിട്ടന്റെ ഔദ്യോഗിക വിശദീകരണം വന്നത്. പിന്നാലെ ബ്രിട്ടന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചത്. സ്വന്തം ജനങ്ങളുടെ താൽപര്യം അവഗണിച്ച് യുദ്ധത്തിൽ പങ്കാളിയാകുന്നതിലൂടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. സൈനിക താവളങ്ങൾ വിട്ടു നൽകുന്നത് യുദ്ധത്തിൽ നേരിട്ട് പങ്കുചേരുന്നതിന് തുല്യമാണെന്നും ഇതിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നും അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം. ചോരുന്ന ഓരോ തുള്ളി രക്തത്തിലും വിലയുണ്ട്. ഇത് ഒരു വാക്കു മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മുഴുവൻ ആത്മാഭിമാനവും പ്രതികാരവും ഒത്ത് പൊട്ടിത്തെറിക്കുന്ന ശബ്ദമാണ്. പശ്ചിമേഷ്യയുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ഈ മുന്നറിയിപ്പ് ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. മൊജ്തബ ഖമേനിയുടെ പ്രതികരണം വന്നത് ഇങ്ങനെയായിരുന്നു.